ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പൈനാപ്പിൾ തോട്ടത്തിൽ എത്തി. ഹലോ, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാൻ കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫുൾ ഡേ ആണ്, നമ്മുടെ വീട്ടിലുള്ള ഒരു ഫുൾ ഡേ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സമയം ഇപ്പോൾ 5:30. വീട്ടിലിരുന്ന് 4 മാസം വീട്ടിലിരുന്ന് സത്യം പറഞ്ഞാൽ നല്ല തടി വെച്ചു. ഡ്രസ്സൊന്നും പാകാവണില്ല. അപ്പോൾ രാവിലെ എനിക്ക് നടക്കാൻ പോവാണ്. എത്ര ദിവസം പോകുമെന്നറിയില്ല. പോകണമെന്നാണ് ശരി, സ്ഥിരമായിട്ട് പോകണമെന്നാണ് ആഗ്രഹം. പക്ഷേ ഇത് എനിക്കാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ നടത്തം കഴിഞ്ഞു. ഇന്ന് നമ്മളൊരു അരമണിക്കൂറിൽ കൂടുതൽ നടന്നിട്ട് വന്നു. രാവിലെ എനിക്കുള്ളൊരു ബുദ്ധിമുട്ടുള്ളൂ കേട്ടോ. എനിക്ക് കഴിഞ്ഞിട്ട് നടന്നു വന്നപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഇന്നപ്പോൾ നല്ല രസമുണ്ട്. ഉറക്കക്ഷീണമൊക്കെ പോയി. രാവിലെ എനിച്ചതിൻ്റെ ഒരു ഉന്മേഷമൊക്കെ ഉണ്ട്. അപ്പോൾ ഡെയിലി ഇങ്ങനെ പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ഉറക്കമൊന്ന് എന്താ പറയുക, പോയി എണിച്ച് വരാനാണ് പണി. ഒരു ഡ്രസ്സും പാകമല്ല. ഒരു ഡ്രസ്സെന്ന് പറഞ്ഞാൽ ഒരു ഡ്രസ്സും പാകമല്ല. എനിക്ക് ഡ്രസ്സുകളൊക്കെ കാണുമ്പോൾ സങ്കടം വരിക ചെയ്യണത്. കാരണം ഒന്നും പാകമല്ല. ഞാൻ പാൻറ്റൊക്കെ ബെൽറ്റ് വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നത് ഇപ്പം എനിക്ക് ടൈറ്റാണ്. ഒരു 4 മാസം കൊണ്ടാണ് അത്രയും തടി വെച്ചത്. വീട്ടിൽ നമ്മളിങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് സ്റ്റഡി ലീവൊക്കെ ആയിട്ട് പിന്നെ എക്സാമിന് മാത്രം കോളേജിൽ പോയി. ഇപ്പോഴത്തെ കോളേജ് കഴിഞ്ഞു, പിന്നെയും നമ്മൾ വീട്ടിലിരിക്കേണ്ടായിരുന്നു, റിസൾട്ടൊക്കെ വരണ്ടേ. അപ്പം എന്തായാലും തടി കുറയ്ക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് നടന്നിട്ടും പിന്നെ കുറച്ച് വർക്കൗട്ടുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല തടി കുറയ്ക്കണം. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ കാണുന്നത് ഇവർ രണ്ടുപേരും സുഖമായി കിടന്നുറങ്ങണതാട്ടോ. ഇത് സാധികയാണ്. ഇതെൻ്റെ മേമയുടെ കുട്ടിയാണ്. ഇവൾ ശനി ഞായറായപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പുറത്ത് കിടക്കുന്നത് എൻ്റെ ചെറിയ അനിയനാണ്, കുഞ്ഞ്. രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ്. പിന്നെ നേരെ അമ്മമ്മയുടെ അടുത്ത് ചെന്നപ്പോൾ അമ്മമ്മ ഇവിടെ തിരുമ്പാനും പിന്നെ അങ്ങനെ രാവിലത്തെ പണികളുടെയൊക്കെ തിരക്കിലായിരുന്നു. അപ്പോൾ രാവിലെ തിരുമ്പലൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്കിത് തോരയിട്ടിട്ട് വരാം കേട്ടോ, തുണികളൊക്കെ എടുത്തിട്ട്. ഇനി എന്താ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ അറിയില്ല, അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെ കൃഷ്ണൻ്റെ അമ്പലമുണ്ട്, ശ്രീകണ്ഠപുരം മഹാവിഷ്ണു ക്ഷേത്രമുണ്ട്. അപ്പോൾ നമ്മൾ കുളിച്ചിട്ട് അമ്പലത്തിൽ പോകാൻ പോവാണേ. ഒരാൾ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അമ്പലത്തേക്കുണ്ടോ? അമ്പലത്തേക്ക് വരുന്നുണ്ടോ? എന്നാൽ കുളിക്ക് വേഗം. കൂടിയൊക്കെ കഴിഞ്ഞു. അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ. ചിക്കുവിനെ വെയിറ്റ് ചെയ്യണേ. ചിക്കു വന്നിട്ടില്ല. അപ്പോൾ ചിക്കു വന്നിട്ട് നമ്മൾ അമ്പലത്തിൽ പോവാം കേട്ടോ. ഇവിടെ അടുത്തുള്ളൂ, കുറച്ച് ദൂരമുള്ളൂ, ഇത്തിരി ദൂരമുള്ളൂ. അമ്മായി വരുന്നില്ല പറഞ്ഞു. അമ്മായിക്ക് ഇന്ന് കുറേ പണികളുണ്ട് അത്രേ. അപ്പോൾ അമ്മായി വരുന്നില്ല പറഞ്ഞു. അപ്പോൾ ഞാനും ചിക്കും കുട്ടികളും പിന്നെ സാദിയും കൂടിയിട്ടാണ് പോകാൻ പോണേ. നമ്മളിപ്പോൾ അമ്മായിയുടെ വീട്ടിലാണ്. അപ്പോൾ ചിക്കു വരുമ്പോൾ അങ്ങനെ ഇവിടുന്ന് ഒരുമിച്ച് പോകാമെന്ന് കേട്ടോ വിചാരിക്കണേ. അപ്പോൾ സാദിയുടെ മുടി അമ്മായി കെട്ടി കൊടുക്കാൻ കേട്ടോ. അവൾ കൊത്തി കെട്ടിയത് നേരെ ആയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ ഫോട്ടോ ഓർന്ന് വെച്ചിരിക്കണോ? നനവോ? ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ശരിയാവോ? എന്താ പുട്ടോ? പുട്ട്. അമ്മായി മറ്റേ ക്യാരറ്റ് ഇട്ടുള്ള ഒരു പുട്ടുണ്ടാക്കും കേട്ടോ. ക്യാരറ്റ് ഇട്ടിട്ട് ഒരു പുട്ടുണ്ടാക്കും, മധുരമുള്ള ഒരു പുട്ട്. എന്താ പാലൊക്കെ വെച്ചിട്ടല്ലേ അമ്മായി? ഇപ്പോഴും വന്നിട്ടില്ല ഗൈസ്. ചിക്കു ലേറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ ഇറങ്ങിയോട് കുഴപ്പമൊന്നുമില്ല. മുടി ഉണങ്ങൂല അപ്പയ്ക്കല്ലോ. മുടി ഇങ്ങനെ എന്താ പറയുക, നന്നായിട്ട് എണ്ണ കുറച്ച് കൂടിപ്പോയി തോന്നുന്നുണ്ട് തലയിൽ വെച്ചപ്പോൾ. ഷാമ്പു ഇട്ടിട്ടും കുറച്ച് കൂടിപ്പോയി തോന്നുന്നുണ്ട്. ഒട്ടി നിൽക്കുന്നുണ്ട്. എനിക്ക് വന്നിട്ട് പിന്നെ ഒന്നും കൂടെ നമുക്ക് തല നനയ്ക്കാം കേട്ടോ. നിങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ എപ്പോഴും ഡ്രസ്സ് ഇല്ലാണ്ട് വരും. എന്നിട്ട് ഇവിടെ വന്നിട്ട് എനിക്ക് ഡ്രസ്സില്ലേ പറയും. അതിന് അമ്മായിടെ ചീത്ത കേട്ടത്. അപ്പോൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എൻ്റെ ഹെയർ പകുതി കേളിയും പകുതി സ്ട്രൈറ്റഡും ആയിട്ടാണ് നിൽക്കണത്. അത് വേറെ ഒന്നല്ല, എൻ്റെ മുടി നല്ലതെന്ന് വെച്ചാൽ പേളിമണിയൊക്കെ ഇല്ലേ, പേളിമണീൻ്റെ ഒക്കെ പോലെ അത്രയും ചുരുണ്ടിട്ടുള്ള മുടിയായിരുന്നു എൻ്റെ മുടി. അപ്പോൾ എനിക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. എനിക്ക് ചെറുപ്പം മുതൽ അമ്മായി എൻ്റെ മുടി ഫുള്ള് നോക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഹോസ്റ്റലിലൊക്കെ പോയി നമ്മൾ സ്വന്തമായിട്ട് നോക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മാനേജ് ചെയ്യാനേ പറ്റാണ്ടായി മുടി. അപ്പോൾ ഞാൻ ആദ്യം സ്മൂത്ത് ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ലാസ്റ്റ് ചെയ്തു നിൽക്കണത്. പിന്നെ ഞാൻ സ്മൂത്തനിങ് കഴിഞ്ഞിട്ട് ബോട്ടോക്സ് ചെയ്യുക ചെയ്ത്. ബോട്ടോക്സ് പിന്നെ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് അല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇത് പോയപ്പോൾ പിന്നെയും ഇങ്ങനെ വേവി ആയിട്ട് വരുന്നുണ്ട് ഹെയർ. ഇവിടെ ഒന്നും അധികമില്ല. പക്ഷെ ആ റൂട്ട് അത് പിന്നെ സ്മൂത്ത് ചെയ്താലും ബോട്ടോക്സ് ചെയ്താലൊക്കെ സെയിം ആയിട്ടാണ് വരിക. അങ്ങനെ വന്നിട്ടുണ്ട്.
അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇനിയിപ്പോൾ എന്തെങ്കിലും വേറെ ബൊട്ടോക്സ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് ചെയ്യണം. ചിക്കു വരെ എന്തായാലും കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് അമ്പലത്തേക്ക് കുറച്ച് പൂക്കളൊക്കെ പൊടിച്ചിട്ട് വരാം കേട്ടോ, തുളസിയൊക്കെ പറിച്ചിട്ട് വരെ. നമ്മളങ്ങനെ തുളസിയൊക്കെ പറിക്കാൻ പോയപ്പോൾ കണ്ണനും ഉണ്ണി റെഡി ആയിട്ട് വന്നു കേട്ടോ. അമ്മ എവിടെ ചോദിച്ചപ്പോൾ അമ്മ കുളിക്കുക പറഞ്ഞേ. അപ്പോൾ നമ്മൾ കുറച്ച് പൂക്കളൊക്കെ പറിക്കാം കേട്ടോ ആ ഗ്യാപ്പിൽ. അപ്പോൾ ഞങ്ങൾ തുളസിയൊക്കെ പൊടിച്ച് വന്നപ്പോഴേക്കും ചിക്കു വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്മായി ചോദിക്കുകയെന്ന് എന്താ എല്ലാവരും മഞ്ഞയാണല്ലോ, കണ്ണനും ഉണ്ണിയും ചിക്കും ഒക്കെ മഞ്ഞളിട്ടിരിക്കണേ. അപ്പോൾ ഉണ്ണി ഇങ്ങനെ പറയുക ഇന്ന് ഞങ്ങൾക്ക് യെല്ലോ ഡേ ആണ് എന്ന്. അവൻ്റെ സ്കൂളിൽ യെല്ലോ ഡേ, റെഡ് ഡേ, ഓറഞ്ച് ഡേ എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ ഡേക്കും ഇവർ ഓരോ കളറ് ഡ്രസ്സാണ് ഇടുക കേട്ടോ. അപ്പോൾ ഇന്ന് അവർക്ക് യെല്ലോ ഡേ ആണെന്നൊക്കെ. പിന്നെ അങ്ങനെ നമ്മളെല്ലാവരും കൂടി നടക്കുക കേട്ടോ. നമ്മൾ കുറച്ച് റോട്ടിൽ കൂടെ നടന്നിട്ട് പിന്നെ പൈനാപ്പിൾ തോട്ടത്തിൽ കൂടിയാണ് പോണത്. പൈനാപ്പിൾ തോട്ടത്തിൽ എത്തി. ഇവിടെ നിന്ന് ഈ പൈനാപ്പിൾ വിളവെടുക്കുന്ന ടൈമിൽ നമുക്ക് പൈനാപ്പിൾ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് അതിന് കുറേ പൈനാപ്പിളൊക്കെ ഇവർ തരാറുണ്ട് കേട്ടോ. ഇവിടെ ഇവർ താമസിക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് ജോലിക്കാർ ഇവിടെ താമസിച്ചിട്ട് അങ്ങനെയാണ് പൈനാപ്പിൾ തോട്ടം ഫുള്ള് നോക്കണത്. അവരെ വീട് കാണിച്ചിട്ട് കേട്ടോ അവർ നിൽക്കണത്. ദേ ഈ വീട്ടിലാണ് പൈനാപ്പിൾ നോക്കണ ആ ചേട്ടന്മാർ താമസിക്കണത്. പിന്നെ അവിടെ ഒരു പട്ടി കിടക്കുന്നുണ്ട്. ആ പട്ടി വീട്ടിൻ്റെ കാവൽക്കാരൻ. പൈനാപ്പിൾ തോട്ടത്തിൻ്റെ സൈഡിലൊക്കെ പൈനാപ്പിൾ ഉണ്ടാകുമ്പോൾ പാമ്പുകളൊക്കെ ഉണ്ടാവാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മളിത് കൂടെ പോകുമ്പോഴും വരുമ്പോഴൊന്നും ഇതുവരെ പാമ്പിനെ ഒന്നും കണ്ടിട്ടില്ല. പൈനാപ്പിൾ പഴുത്ത് നിൽക്കുന്ന ടൈമിലും കണ്ടിട്ടില്ല. അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ. ഉണ്ണിയത് ഇവർ കളിക്കണ ഞാൻ വീഡിയോ എടുക്കണവർ കണ്ടപ്പോൾ പിന്നെ അവിടെ ഊതാനൊരു മത്സരമായിട്ടോ. ഇതെന്ത് ഈ ചെടിയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ലേ. ഇത് ഇങ്ങനെ ഊതുമ്പോൾ തെറിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരറിയണവരൊന്ന് പറഞ്ഞു തരണേ. ഇതിവിടെ അടുത്ത കാലത്ത് വന്ന് കൂടുകൂട്ടിയ തേനീച്ചയാൻ തോന്നുന്നു. കാരണം ഞങ്ങളിത് പോണ വഴിക്കുന്നത് കണ്ടിട്ടേ ഇല്ല. പിന്നെ ഇപ്പോഴാണെങ്കിൽ നമ്മുടെ പൈനാപ്പിൾ തോട്ടത്തിൻ്റെ എല്ലായിടത്തും കൂടെ തേനീച്ച ഇങ്ങനെ പാറി പാറി നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വലിയ തേനീച്ചക്കൂടും ഉണ്ട്. ഏകദേശം എൻ്റെ ചപ്പറത്തലൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങി ഭദ്രകാലി ലുക്കായിട്ടുണ്ട്. പക്ഷെ കുറച്ച് സ്ട്രൈറ്റും കുറച്ച് ഇതായ കാരണേ കുഴപ്പമില്ല, മുടി നല്ല ഉള്ളുള്ള പോലെ തോന്നുന്നു. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തെത്തി. ഇതാണ് കേട്ടോ ശ്രീകണ്ഠപുരം മഹാവിഷ്ണു ക്ഷേത്രം വെങ്ങാനല്ലൂരത്തെ. അപ്പോൾ നമുക്ക് തൊഴുതിട്ട് വരാം കേട്ടോ. നമ്മളവിടെ എത്തുന്നതിന് മുമ്പ് അവരവിടെ എത്തി. അപ്പോൾ 9 മണി വരെ ഉണ്ട് കേട്ടോ നമുക്ക് രാവിലെ അമ്പലം. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ 8:45. ചിക്കു നേരം വൈകി. അപ്പോൾ നമുക്ക് പോയി തൊഴുതിട്ട് വരാം കേട്ടോ. ഇതാ വരുന്നു. കുളത്തിലല്ലേ? അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങി കേട്ടോ. ഇവിടെ നോക്ക്, ഓരോ ചെടിക്കും അതിൻ്റേതായ നാളവിടെ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഓരോ നാളിനനുസരിച്ചിട്ടുള്ള മരം അവിടെ അമ്പലത്തിൻ്റെ ചുറ്റും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അമ്പലത്തിൻ്റെ പരിസരം തന്നെയാണ്. അപ്പുറത്ത് കാണുന്ന തോടും പിന്നെ അതിൻ്റെ അപ്പുറത്ത് പാടമാണ് കേട്ടോ. രാവിലത്തെ നടത്തും പിന്നെ അമ്പലത്തേക്കുള്ള നടത്തും എല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാ എനർജിയും തീർന്നു. എൻ്റെ മാത്രമല്ല, എന്താ കുട്ടികളൊക്കെ എടുക്കെന്ന് പറയാൻ തുടങ്ങി. അയ്യോ, ചിക്കു ഉണ്ണീനെ ഇത്ര നേരം എടുക്കുമായിരുന്നു. എന്നിട്ടിപ്പോൾ പൈനാപ്പിൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവനെ ഇറക്കിയതാ. വീട്ടിൽ പോയിട്ട് ഇനി എന്തെങ്കിലും ഫുഡ് കഴിക്കണം. കണ്ണൻ ലാസ്റ്റ് നടക്കാൻ വയ്യാണ്ട് അവിടെ ഇരിപ്പായിട്ടോ. കണ്ണൻ വലുതായി ഗൈസ്. ചെറുപ്പത്തിലൊക്കെ എടുക്കാൻ നല്ല സുഖമായിരുന്നു. വിശക്കുണ്ടവന്. നടന്ന് റോഡിലെത്തിയിട്ടോ. നമ്മൾ വീടെത്താറായി. അധികം ദൂരമൊന്നുമില്ല. പക്ഷേ എല്ലാവരും ക്ഷീണിച്ചു. എന്താണാവോ, എല്ലാവർക്കും പെട്ടെന്ന് നല്ല ക്ഷീണം വന്നു. മടുത്തേ, റോഡിലിരിപ്പായി. ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാം. എല്ലാ എനർജിയും പോയി. എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വരാമല്ലോ. നിങ്ങൾക്ക് എൻ്റെ കുട്ടീനെ കാണിച്ചു തരട്ടെ. ടോബീനെ അറിയോ? അൻ്റെ സ്വത്തിനെ അറിയോ? അൻ്റെ സുന്ദരനെ അറിയോ? ചോദിച്ചോക്ക് ടോബി. സുന്ദരനെ അറിയോ? എൻ്റെ കുട്ടീനെ അറിയോ? കുറ്റാത്ത ചെക്കനെ അറിയോ? കുറ്റാൻ മടിയില്ല മണ്ടനെ അറിയോ? എൻ്റെ സുന്ദരനെ അറിയോ? ചോദിച്ചു നോക്ക്, പറയേ ടോബി. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്. നമുക്കിന്ന് കഴിക്കാനായിട്ട് റവ ഉപ്മാവും പിന്നെ തക്കാളി ചട്നിയാണ് ഉള്ളത്. ഇത് ഞങ്ങളുടെ ഫോട്ടോസാണ്. ഇതിപ്പോൾ ഞാൻ ഫ്രെയിം ചെയ്തിട്ട് വാങ്ങിക്കൊടുന്നതാണ് കേട്ടോ. 3 ദിവസമായിട്ടുള്ള ഞങ്ങളുടെ ചെറുപ്പത്തിലത്തെ ഫോട്ടോസാണ് ഞങ്ങളുടെ 3 പേരുടെയും. അപ്പോൾ എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഇങ്ങനെ എന്താ പറയുക, എല്ലാം ഫ്രെയിം ചെയ്ത് ഇങ്ങനെ വെക്കണം എന്നുള്ളത്. കുറച്ചും കൂടി ഇനി ഇരിക്കുന്നുണ്ട്, അതും കൂടി ഇനി ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ഇനി കുറച്ച് നേരത്തേക്ക് ഇതാ
ഇവരെ പഠിപ്പിക്കണം. ഇവരെ ട്യൂഷൻ ടീച്ചറാണ് ഞാൻ കുറച്ച് നേരത്തേക്ക്. അപ്പോൾ നമുക്ക് ഇവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് വരാം കേട്ടോ. ഇന്നെന്താ പഠിക്കണ്ടേ? മാത്സ് ഇംഗ്ലീഷോ? അനക്ക് അല്ല ഇന്നലെ പഠിക്കാന്നൊക്കെ പഠിച്ചോ? നിങ്ങൾ തല്ലു നന്നായിട്ട്. ഏയ് ഇത് പിന്നെ ഇവിടെ സ്ഥിരമുള്ളതാണ്. ഇവരെ പഠിപ്പിക്കാൻ എടുത്തു കഴിഞ്ഞാൽ രണ്ടും കൂടി ഒടുക്കത്ത് തല്ലൂട്ടാവും പിന്നെ ഉണ്ടാവുക. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കണ്ണനും ഉണ്ണിയും ചിക്കുമൊക്കെ വന്നു. പിന്നെ ഞങ്ങളൊരു വീഡിയോ എടുക്കണ്ടായിരുന്നു, ഷോർട്സ്. അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി അങ്ങനെ ഇരുന്നു. എൻ്റെ അമ്മയാണ് കേട്ടോ ഇത് വരുന്നത്. അമ്മയോട് ഡോക്ടർ സർജറി കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് വെരിക്കോസിൻ്റെ അസുഖമുണ്ട്. അപ്പോൾ അമ്മ അതിന് ഡേറ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷോർട്സ് ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും പോയിട്ടോ. പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് എനിക്ക് ചോറിനാൻ തോന്നിയില്ല. അപ്പോൾ ബ്രെഡും മുട്ടയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ബ്രെഡിൻ്റെ മുകളിൽ മുട്ടയിൽ ഉപ്പിട്ട് കലക്കി ഇങ്ങനെ പൊട്ടിച്ച് വെച്ചിട്ട് അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും ടോസ്റ്റ് ചെയ്തിട്ട് കഴിക്കാൻ നല്ല ഇഷ്ടമായിട്ട് എനിക്ക്. അപ്പോൾ അങ്ങനെ 2 ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കഴിച്ച ഉച്ചയ്ക്ക്. ഇന്ന് രാവിലെ നേരത്തെ എണിച്ച് കാരണം ഉച്ചയ്ക്ക് നല്ല ഉറക്കം വന്നിട്ട് ഇപ്പോൾ ഉറങ്ങി എണിച്ചിട്ടുള്ളൂ. അപ്പം ഇന്ന് നമുക്ക് ചേലക്കര ടുലിപ്സിക്കൊന്ന് പോകണം, ബ്യൂട്ടി പാർലറിലേക്ക്. അമ്മായി ഹെന്നയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് കളറിങ്ങിന്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാട്ടോ കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഒരുങ്ങിയിട്ട് കാണേ. ചെറുതായിട്ടൊന്ന് വീഴാൻ പോയത്. അപ്പോൾ നമ്മൾ ഡ്രസ്സ് മാത്രം ചേഞ്ച് ചെയ്തിട്ട് അമ്മായിയുടെ വീട്ടിലേക്ക് പോകാട്ടോ. അവിടെ പോയിട്ടാണ് മേക്കപ്പ്. നമ്മുടെ പാർലർക്ക് പോകണ കാര്യം നടന്നില്ല ഗൈസ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരം വയ്ക്കുക 5 മണി 6 മണി. അപ്പോൾ അവർ ഞങ്ങൾ ഇന്നലെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചേച്ചിമാർ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഞായറാഴ്ച ആയതുകൊണ്ട് നേരത്തെ പോകണം. അപ്പോൾ നാളെ വരാൻ പറഞ്ഞു. അപ്പോൾ നമ്മളിന്ന് പോകണില്ല കേട്ടോ. അപ്പോൾ ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെ. അപ്പോൾ നമ്മൾ മേലൊക്കെ കഴുകി വന്നു. അപ്പോൾ ഞാനങ്ങനെ സ്ഥിരമായിട്ട് വ്ളോഗ് എടുക്കണ യൂട്യൂബറൊന്നുമല്ല. നിങ്ങൾക്ക് എൻ്റെ ചാനൽ കണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്